ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം രീതിയിൽ പുതുക്കം പ്രാപിക്കണം എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നമുക്കൊരു വചനം വായിക്കാം. യെഹെസ്കേലിന്റെ പുസ്തകം 36 അധ്യായം 25 വാക്യം നമുക്ക് വായിക്കാം. 25 അതുപോലെ 26 വാക്യവും 27 വാക്യം കൂടി വായിക്കാം. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക. യെഹെസ്കേൽ എന്ന പ്രവാചകനിൽ കൂടി ദൈവം പറയുന്നതായ ശുഭവാർത്തയാണിത്. ആ ശുഭവാർത്ത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ദിവസം അടിമകളായിട്ട് ജീവിക്കുകയാണ്, ബന്ധിക്കപ്പെട്ട് ജീവിക്കുകയാണ്, ജീവിതത്തോട് തന്നെ പ്രത്യാശയില്ലാതെ ജീവിക്കുന്നു. എന്നാൽ നിങ്ങൾക്കൊരു ശുഭവാർത്ത. ഇന്ന് നിങ്ങൾ ബന്ധിക്കപ്പെട്ട് അടിമകളായിട്ട് നല്ലൊരു ഭാവിയില്ലാത്തതായ, പ്രത്യാശ നഷ്ടപ്പെട്ടവരായി ജീവിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ അശുദ്ധി കൊണ്ടാണ്. നിങ്ങളുടെ അശുദ്ധിയായ പ്രവൃത്തികൾ നിമിത്തമാണ്. നിങ്ങൾ ചെയ്യുന്നതായ ദുഷ്പ്രവൃത്തികൾ കാരണമാണ് ഇന്ന് നിങ്ങൾ അടിമകളായിട്ട് ജീവിക്കുന്നത്, ബന്ധിക്കപ്പെട്ട് ജീവിക്കുന്നത്, ജീവിതത്തോട് പ്രത്യാശയില്ലാതെ നിരാശയിലും ആകുലതയിലും ആയിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് യെഹെസ്കേൽ എന്ന് ജനത്തെ ഉപദേശിച്ചുകൊണ്ട് അവർക്ക് ഈ മുന്നറിയിപ്പുകളെ കൊടുക്കുകയാണ്. ശരി, ഈ യെഹെസ്കേൽ ആരാണ്? ആരോടാണ് സംസാരിക്കുന്നത്? എന്തുകൊണ്ട് ഈ രീതിയിൽ സംസാരിക്കുന്നു എന്നത് നമുക്ക് അറിയാൻ നോക്കാം. പ്രിയ സഹോദര, സഹോദരി, ദൈവം തനിക്ക് സ്വന്തമായി ഒരു ജനം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, തൻ്റെതായൊരു കുടുംബം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, ഈ ഭൂമിയിൽ എൻ്റെ ജനമുണ്ടായിരിക്കണം, എനിക്കൊരു സ്വന്തം ജനത്തെ ആവശ്യമാണ് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുക്കുവാനിടയായി. അവർക്ക് നിയമങ്ങൾ കൊടുത്തു, ചട്ടങ്ങൾ കൊടുത്തു, അതുപോലെ ന്യായപ്രമാണം കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്നതായ കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, നിങ്ങളെ തലയാക്കും, വാലാക്കുകയില്ല. നിങ്ങൾ കടം കൊടുക്കുന്നവരായിരിക്കും, കടം വാങ്ങുന്നവരായിരിക്കുകയില്ല. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട അനേകരുടെ അനുഗ്രഹ വിഷയമായിട്ട് മാറും, അല്ലാതെ നിങ്ങൾ ഒരിക്കലും ദാരിദ്ര്യത്തെ അനുഭവിക്കുകയില്ല. ഈ കാര്യങ്ങളെല്ലാം തന്നെ ദൈവം തൻ്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ അറിയിച്ചു. ഇസ്രായേലിലൂടെ ദൈവമായിരിക്കുന്ന യഹോവ സത്യവാനാണ്, നീതിയുള്ളവനാണ്, പരിശുദ്ധനാണ്. തൻ്റെ ജനവും വിശ്വസ്തയോടെ നീതിയോടെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. എന്നാൽ ഇസ്രായേൽ ജനം തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുവാനിടയായി. ദൈവത്തോട് ഭയമില്ലാതെ, ഭക്തിയില്ലാതെ ഓരോരുത്തർക്കും എങ്ങനെ തോന്നുന്നുവോ അതേപോലെ തന്നെ അവർ മുൻപോട്ട് ജീവിക്കുവാൻ തുടങ്ങി. ദൈവം മുന്നമേ അവരോട് പറഞ്ഞിരുന്നു, നിങ്ങളെന്നെ വകവയ്ക്കാതെ, എൻ്റെ വചനത്തെ അനുസരിക്കാതെ, നിങ്ങളുടെ ആലോചന പ്രകാരം ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചാൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കാനിടയാകും എന്ന്. രോഗങ്ങളെ നിങ്ങളിലേക്ക് അയക്കും, ബുദ്ധിമുട്ടുകളെ അയക്കും, ഞെരുക്കത്തെ നിങ്ങളിലേക്ക് അയക്കും, നിങ്ങളെ ശിക്ഷിക്കും. എന്തുകൊണ്ടാണ്? സ്നേഹിക്കുന്ന അപ്പൻ നിശ്ചയമായിട്ടും തൻ്റെ മകനെ ശിക്ഷിക്കാനിടയാകും. നിങ്ങൾ നശിച്ചു പോകാനല്ല ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നത്, നിങ്ങൾ നേരെയാകാനാണ് ശിക്ഷിക്കുന്നത്. ഇങ്ങനെ ദൈവം മുന്നമേ തന്നെ പറഞ്ഞു. അവനങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഇസ്രായേൽ ജനം അതൊന്നും വകവെച്ചില്ല. അങ്ങനെയുള്ള സമയത്ത് യിരെമ്യാ പ്രവാചകനെ അയച്ചിട്ട്, യിരെമ്യാ പ്രവാചകനിൽ കൂടി ഇസ്രായേൽ ജനത്തിന്, അതായത് യഹൂദന്മാർക്ക് ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നു, അനീതി ചെയ്ത് ജീവിക്കുന്നു, അകൃത്യം ചെയ്തുകൊണ്ട് ജീവിക്കുന്നു, അവിഹിത ബന്ധങ്ങൾ സൂക്ഷിക്കുന്നു, അശുദ്ധമായ പ്രവർത്തികൾക്ക് ഇടയായിരിക്കുന്നു.
ദൈവമുണ്ടായിരുന്നിട്ടും ദൈവഭയം കൂടാതെ ജനം ജീവിക്കുകയാണ്. എന്നെക്കുറിച്ച് ഭയവും ഭക്തിയുമില്ലാതെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശിക്ഷിക്കുവാനിടയാകും. അതിനു മുമ്പ് എങ്കിലേക്ക് നിങ്ങൾ തിരിയുക. യിരെമ്യാവ് അതികാലത്ത് തന്നെ എഴുന്നേറ്റ് ഈ ഇസ്രായേൽ ജനത്തെ യഹൂദന്മാർക്ക് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ അവരതൊന്നും വകവെച്ചതേയില്ല. അപ്പോൾ യിരെമ്യാവിൽ കൂടി ദൈവം അരുളിച്ചെയ്തു, നിങ്ങൾ എൻ്റെ വാക്ക് കൈക്കൊള്ളാത്തത് കൊണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളിലേക്ക് ശിക്ഷ വരാൻ പോവുകയാണ്. നെബൂഖദ്നേസർ കടന്നുവരും. ബാബിലോൺ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവനായ നെബൂഖദ്നേസർ രാജാവ് വന്നിട്ട് നിങ്ങൾക്കുള്ളതെല്ലാം കവർച്ച ചെയ്തുകൊണ്ട് പോകും. നിങ്ങളുടെ രാജ്യത്തെ നശിപ്പിച്ചു കളയുവാനിടയാകും. നിങ്ങളുടെ വീടുകളെയെല്ലാം നശിപ്പിച്ചു കളയാനിടയാകും. നിങ്ങളെല്ലാവരെയും ബന്ധിച്ചു കളയും. നിങ്ങളെല്ലാവരെയും അടിമകളാക്കി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. ശത്രുവിൻ്റെ കൈകളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എല്ലാ രീതിയിലും നിങ്ങൾ തകർന്നു പോകും. സാമ്പത്തിക നന്മകളില്ലാതെ, ശാരീരികമായ ബലമില്ലാതെ, കുടുംബത്തിൽ ശാന്തിയും സമാധാനവുമില്ലാതെ, കഠിന ഹൃദയമുള്ളവനായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജാവിൻ്റെ കീഴിൽ അടിമകളായി നിങ്ങൾ ജീവിക്കേണ്ടതായിട്ട് വരും. എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാൻ കഴിയില്ല. എങ്ങനെ പുറത്തു വരണം നിങ്ങൾക്കറിയില്ല. എന്തെല്ലാം ചെയ്താലും ശരി, ഞാൻ നിങ്ങളെ ശിക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ 70 സംവത്സരക്കാലം ആരും നിങ്ങളെ വിടുവിക്കുകയില്ല. നെബൂഖദ്നേസർ വരാൻ പോകുന്നു. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ എങ്കിലേക്കൊന്ന് തിരിയുക. ഞാൻ ക്ഷമിക്കാം, കരുണ കാട്ടാം. നല്ല ദിവസങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ദയവിച്ച് തന്നെ കേൾക്കുക. കേട്ടില്ല. ദൈവം അപേക്ഷിച്ചു, ഇവർ കൈക്കൊണ്ടില്ല. ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ പെൺകുട്ടികളുടെ പിറകെ നടക്കുമായിരുന്നു. പെൺകുട്ടികളെ ഓരോന്ന് പറഞ്ഞ് കരയിപ്പിക്കുകയാണ്. ആ ദേശത്ത് പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്ന പൂവാലന്മാർ കൂടി വരുന്നെന്ന് പറഞ്ഞ് പോലീസുകാർ എന്തു ചെയ്തെന്നറിയാമോ? കുറച്ചാളുകൾ സിവിൽ ഡ്രസ്സിൽ, അതായത് സാധാരണ പോലീസ് വേഷമല്ലാതെ നോർമലായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഈ പൂവാലന്മാരെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു പോലീസ് ഓഫീസർ സാധാരണ വസ്ത്രമൊക്കെ ധരിച്ച് കോളേജ് സ്റ്റുഡൻസ് ഉള്ള സ്ഥലത്തു കൂടി നടന്നു പോവുകയാണ്. അവിടെ നോക്കുമ്പോൾ ഒരു പയ്യൻ പെൺകുട്ടികൾ പോകുമ്പോൾ അവരുടെ പിന്നാലെ പോകുന്നു. അവരുടെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നു. ഓരോരോ കമൻറ്റുകൾ പറയുന്നു. വെറുതെ കളിയാക്കുന്നു, ശല്യം ചെയ്യുന്നു. ഈ പോലീസ് ഓഫീസർ സാധാരണ വേഷം ധരിച്ചാണ് വന്നിരിക്കുന്നത്. ചോദിച്ചു, മകനെ, എന്തിനാണ് ഈ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നത്? ഒരുപക്ഷെ നിനക്കും സഹോദരിമാരൊക്കെ കാണുമല്ലോ. അവരെ ആരെങ്കിലും ഇങ്ങനെ ശല്യം ചെയ്താൽ നീ സഹിക്കുമോ? അതുപോലെ ഇവർക്കും സഹോദരന്മാരൊക്കെ കാണും. നീ ഇങ്ങനെ ശല്യം ചെയ്യുന്നതറിഞ്ഞാൽ സഹോദരന്മാർ സഹിക്കുകയില്ല. നീ എന്തിനാണ് അവരുടെ പിറകെ നടക്കുന്നത്? നിന്റെ പണി നീ നോക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവൻ എന്തു പറഞ്ഞെന്നറിയാമോ? എൻ്റെ പണി ഞാൻ നോക്കിക്കൊള്ളാം, ആദ്യം പോയി നിങ്ങളുടെ പണി നോക്കുക. എന്താണ് പറയുക? ഇയാളുടെ പണി എന്താണ്? ഇങ്ങനെയുള്ളവരെ പിടിക്കുകയാണ്. മഫ്റ്റിയിലാണ് വന്നിരിക്കുന്നത്. യൂണിഫോം ധരിക്കാതെയാണ് പോലീസ് ഓഫീസർ വന്നത്. അയാൾ അവനോട് സ്നേഹത്തോടുകൂടി നീ നിന്റെ കാര്യം നോക്കുക എന്ന് പറഞ്ഞ് ഉപദേശിച്ചു. എടോ നിങ്ങൾ പോടോ എന്ന് പറഞ്ഞു. ഈ ശല്യം ചെയ്യുന്നവൻ മുൻപോട്ട് കടന്നുപോയിട്ട് ഒരു പെൺകുട്ടിയുടെ തോളിൽ കൈവച്ചു. ഹലോ, എന്നോടുകൂടെ വരാമോ എന്ന് ചോദിച്ചു. അവനങ്ങനെ കൈവച്ചിട്ട് എന്തോ അവളോട് ചോദിച്ച ഉടനെ തന്നെ ഒരു ബലമുള്ള കൈ വന്ന് അവൻ്റെ ചെകിടത്ത് പതിക്കാനിടയായി. അപ്പോൾ തന്നെ തലകറങ്ങി താഴെ വീണു. താഴെ വീണിട്ട് ചോദിക്കുകയാണ്, എന്തൊരു അടിയാണ് നിങ്ങൾ എന്നെ അടിച്ചത്? നിങ്ങൾ എന്തിനാണ് എന്നെ അങ്ങനെ തല്ലിയത്? ഇങ്ങനെ പറഞ്ഞു കിടന്നപ്പോൾ താഴെ കിടന്ന് അടികൊണ്ട് അവൻ്റെ ചെവിയിൽ മൂളൽ കേൾക്കാനിടയായി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ആദ്യം നിന്നോട് ഞാൻ പറഞ്ഞു വീട്ടിൽ പോടാ എന്ന്, നീ കേട്ടോ? വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്കാൻ പറഞ്ഞപ്പോൾ നീ കേട്ടോ? കേട്ടില്ല. അടി കിട്ടുന്നത് വരെ നിനക്ക് ബോധം വന്നില്ല. ഞാൻ ആരാണെന്നറിയാമോ? പോലീസ് ഓഫീസറാണ്. എഴുന്നേറ്റ് നടക്ക. വിളിച്ചുകൊണ്ടുപോയി അകത്തിട്ടു. എന്നാൽ വിളിച്ചുകൊണ്ടുപോയി അകത്തിടുന്നതിന് മുൻപായി ഇയാൾ അപേക്ഷിച്ചു, മോനെ വിട്ടുകളാ, നല്ലതല്ല, നിനക്കത് നല്ലതല്ല, അവർക്കും സമാധാനം കാണില്ല, നീ വിട്ടുകളയുക. എന്നാൽ വിട്ടുകളഞ്ഞില്ല. എപ്പോൾ വരെയാണ്? അടി കിട്ടുന്നത് വരെയും. പ്രിയ സഹോദര സഹോദരി, കർത്താവും അങ്ങനെയാണ്.
നിന്നെ ശിക്ഷിക്കുന്നതിന് മുൻപ് തന്നെ അവൻ മുന്നറിയിപ്പ് തരും. നിന്നോടവൻ പറയും, നിന്നോട് അപേക്ഷിക്കും, വേണ്ട, ആ വിഹിത ബന്ധം നിനക്ക് നല്ലതല്ല, ആ പെൺകുട്ടിയുമായി കറങ്ങുന്നത് നല്ലതല്ല, ആ പയ്യനോടൊപ്പമുള്ള ബന്ധം നല്ലതല്ല. നിന്റെ ഭാര്യ ഉണ്ടായിരിക്കുമ്പോൾ, നിന്റെ ഭർത്താവ് ഉണ്ടായിരിക്കുമ്പോൾ അന്യപുരുഷനുമായിട്ടുള്ളതായ അന്യ സ്ത്രീയുമായിട്ടുള്ള ബന്ധം നല്ലതല്ല. നിന്റെ ശരീരത്തെ നീ നശിപ്പിക്കുന്നു, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു, ഇത് നിന്റെ ആരോഗ്യത്തിന് മോശമാണ്, നിന്റെ കുടുംബത്തിന് നല്ലതല്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കാത്ത മറ്റുള്ള ആളുകളുമായി കൂട്ടുകൂടി വെറിക്കുത്തുമൊക്കെ ആയിട്ട് ജീവിച്ച് നിന്റെ ഭാവിയെ നശിപ്പിക്കുന്നു. ഇത് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നല്ലതാകില്ല. നീ തെറ്റ് ചെയ്യുന്നതായ ഓരോ പ്രാവശ്യവും ദൈവം നിന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒന്നാമത് മനസ്സാക്ഷി ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ഈ മനസ്സാക്ഷി അതാത് സമയത്ത് നീ ചെയ്യുന്ന തെറ്റുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. നീ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നിന്റെ മനസ്സാക്ഷി പറയും, നീ ചെയ്യുന്നത് ശരിയല്ല എന്ന്. നിന്റെ സംസാര രീതി ശരിയല്ല, നീ നോക്കുന്ന രീതി ശരിയല്ല, നിന്റെ പ്രവൃത്തികൾ ശരിയല്ല. ഈ മനസ്സാക്ഷി ദൈവം നിനക്ക് നൽകുന്ന വാണിംഗാണ്, മുന്നറിയിപ്പാണ്. എന്നാലോ നീയോ ഇത് വകവയ്ക്കുന്നില്ല. ദൈവം കണ്ട് 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 അവസാനം എന്തു ചെയ്യും? വാക്കുകേട്ട് നീ അനുസരിക്കാത്തത് കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് നിന്നെ ശിക്ഷിക്കും. അവൻ നിന്നെ അടിക്കാനിടയാകും. ആ അടികൊണ്ട് നിന്റെ ജോലി നഷ്ടമാകുകയോ, ആ അടികൊണ്ട് നിന്റെ വ്യാപാരം പോവുകയോ, ആ അടികൊണ്ട് നിന്റെ ആരോഗ്യം നശിച്ചു പോകുകയോ, ആ അടികൊണ്ട് കുടുംബത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പല തരത്തിലുള്ളതായ പ്രതിസന്ധികളും അപമാനങ്ങളും നിന്ദകളുമൊക്കെ നിന്റെ മേൽ വരാനിടയാകും. അതാണെന്ന് സംഭവിച്ചത്. ആ കാലത്ത് ദൈവം തൻ്റെ ജനമായി വിളിച്ച ഇസ്രായേൽ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതിരുന്നപ്പോൾ അവസാനം ഇതാ പെട്ടെന്ന് നെബൂഖദ്നേസർ കടന്നു വരാനിടയായി. അവരെല്ലാവരും താമസിച്ചതായ ആ പട്ടണത്തെ, ഇസ്രായേൽ രാജ്യത്തെ നശിപ്പിച്ചു, തീവെച്ച് നശിപ്പിച്ചു. അവർക്കുണ്ടായിരുന്ന സകലതും നഷ്ടമായിപ്പോയി. അവരുടെ വീടുകൾ കവർച്ച ചെയ്യപ്പെട്ടു, തീവെച്ച് കളഞ്ഞു, പാഴ്ഭൂമിയായിട്ട് മാറാനിടയായി. ആദ്യത്തെ പ്രവാസത്തിൽ കുറച്ചുപേരെ തൻ്റെ അരികിൽ വേല ചെയ്യുവാനായിട്ട് പിടിച്ചുകൊണ്ടുപോയി. നെബൂഖദ്നേസറിന് തൻ്റെ രാജ്യത്തിൽ വലിയൊരു നദിയുണ്ട്. ആ നദിയിൽ നിന്ന് കനാലുകൾ നിർമ്മിച്ചെടുക്കണം. അതിനുവേണ്ടി അവിടെ കനാലിൻ്റെ പണി ചെയ്യുവാനായിട്ട് അടിമകളായിരുന്ന ഇസ്രായേൽ ജനത്തെ കുറച്ചുപേരെ അവിടേക്ക് കൊണ്ടുപോയി. അങ്ങനെ കുറച്ചുപേരെ പിടിച്ചുകൊണ്ടുപോയ സമയത്ത് അവരോടൊപ്പം വന്ന് സത്യസന്ധതയോടെ ജീവിച്ചതായ ഒരു ദൈവദാസനും ബന്ധിക്കപ്പെട്ട് പിടിച്ചുകൊണ്ടുപോകാനിടയായി. ആ ജനങ്ങൾ കമ്പിയെടുത്തുകൊണ്ട്, ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട്, മഴയും വെയിലും തണുപ്പുമൊന്നും വകവയ്ക്കാതെ അടിമവേല ചെയ്യുകയാണ്. ഭർത്താവ് എവിടെയാണെന്നറിയില്ല, മക്കളെവിടെയാണെന്നറിയത്തില്ല, ഭാര്യ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇങ്ങനെ അടിമ ജീവിതം നയിച്ചുകൊണ്ട്, വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് കനാലുകൾ നിർമ്മിച്ച് നദിയുടെ തീരത്തായി നിസ്സഹായ അവസ്ഥയിൽ, ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ, മനസ്സമാധാനമില്ലാതെ, ആരോടെങ്കിലും സംസാരിക്കണമെന്ന് വിചാരിച്ചാൽ അതിനും കഴിയാതെ, തൻ്റെ സ്വന്തക്കാർക്ക് എന്തു പറ്റിയെന്ന് അറിയാൻ കഴിയാതെ ദുഃഖം അനുഭവിക്കുന്ന ദിവസങ്ങളാണത്. അങ്ങനെയുണ്ടായിരുന്ന ജനങ്ങളുടെ മധ്യയിലേക്ക് ദൈവം അവരോടൊപ്പം മറ്റാരെയാണ് അയച്ചതെന്നറിയാമോ? യെഹെസ്കേൽ എന്ന പ്രവാചകനെയും കൂടി അയച്ചു. ഇവരെ ബന്ധിച്ച് അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോകുന്ന സമയത്ത്, നെബൂഖദ്നേസർ രാജാവ് ഇവരെ പിടിച്ചുകൊണ്ടുപോകുന്ന സമയം അവരോടൊപ്പം യെഹെസ്കേലിനെയും അന്ന് പിടിച്ചുകൊണ്ടുപോയിരുന്നു. ആ യെഹെസ്കേൽ എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ, എന്താണ് അവിടെ ഇരിക്കുമ്പോൾ? സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. യെഹോയാക്കീമിൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ 5-ാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം 5-ാം തീയതി തന്നെ കൽദയദേശത്ത് കേബാർ നദീതീരത്ത് വെച്ച് ബുസിയുടെ മകൻ യെഹെസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. അവിടെ യഹോവയുടെ കണ്ണും അവൻ്റെ മേൽ വന്നു. പ്രിയമുള്ളവരെ, ദയവിച്ചത് കേൾക്കുക. അടിമകളാക്കി നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ടുപോയ ഇസ്രായേൽ ജനം ആ നദിയുടെ തീരത്ത് കനാലുകൾ നിർമ്മിക്കുവാനുള്ള പണി അവരെ നെബൂഖദ്നേസർ രാജാവ് ഏൽപ്പിക്കുവാനിടയായി. ഇപ്പോൾ അടിമകളായി ജീവിക്കുകയാണ്, ബന്ദികളായി ജീവിക്കുകയാണ്.
ജീവിതം വളരെ ഭാരമായി മാറിയിരിക്കുന്നു. എന്തിനു ജീവിക്കുന്നെന്ന് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല. മരിക്കാമെന്ന് വിചാരിച്ചാലും നടക്കില്ല. അതാണ് അവരുടെ സ്ഥിതി. എന്നാൽ ദൈവം എത്ര നല്ലവനാണെന്നറിയാമോ? തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് തനിക്കെതിരായിട്ട് ജീവിച്ച് സ്വന്തം കയ്യാൽ തന്നെ കഷ്ടത വരുത്തിവെച്ചവരായ ഈ ഇസ്രായേൽ ജനം അടിമകളായി നെബൂഖദ്നേസർ രാജാവ് അവരെ പിടിച്ചുകൊണ്ടുപോയി. കേബാർ നദീതീരത്ത് അവരെക്കൊണ്ട് തോടുകൾ നിർമ്മിപ്പിക്കുന്നതായ സമയത്തും അവരെ ദൈവം സ്നേഹിച്ചതുകൊണ്ടാണ് അവരെ ധൈര്യപ്പെടുത്തുന്നതിനു വേണ്ടി, അവർക്ക് മുന്നറിയിപ്പുകൾ കൊടുക്കുന്നതിനു വേണ്ടി, അതുപോലെ അവരുടെ മനസ്സിനെ തങ്ങളിലേക്ക് തിരിക്കേണ്ടതിനു വേണ്ടി അവരോടൊപ്പം ദൈവം ആരെയാണ് അയച്ചത്? ഒരു ദൈവദാസനായിരിക്കുന്ന പ്രവാചകനായിരിക്കുന്ന യെഹെസ്കേലിനെ കർത്താവ് അയച്ചു. അതിൻ്റെ കാരണമെന്താണ്? ചെയ്ത പാപങ്ങൾക്ക് പകരമായുള്ള ശിക്ഷ അവർ അനുഭവിക്കുന്നു. എന്നാൽ അങ്ങനെ തന്നെ അവർ നശിച്ചു പോകുവാൻ പാടില്ല. അവരെൻ്റെ അരികിലേക്ക് തിരിയുകയാണെങ്കിൽ ഞാൻ അവർക്ക് പുതിയൊരു ഹൃദയത്തെ കൊടുക്കും. ആ വിഷയം അവർ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം യെഹെസ്കേലിനെ അവരോടൊപ്പം അയച്ചു. അവരുടെ മനോരീതി എന്താണെന്ന് നമുക്ക് നോക്കാം. 30-ാം വാക്യം: മനുഷ്യപുത്ര, നിന്റെ സ്വജാതിക്കാർ മതിലുകൾക്കരികത്തും വീട്ടുവാതിൽക്കൽ വച്ചും നിന്നെക്കുറിച്ച് സംഭാഷിച്ചു. യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാടെന്തെന്ന് വന്ന് കേൾപ്പീൻ എന്ന് തമ്മിലും ഓരോരുത്തൻ താൻ്റെ സഹോദരനോടും പറയുന്നു. സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വന്നു എൻ്റെ ജനമായിട്ട് നിന്റെ മുമ്പിൽ ഇരുന്നു. നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, എന്നാൽ അവയെ ചെയ്യുന്നില്ല. വായകൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. നീ അവർക്ക് മധുരസ്വരവും വാദ്യ നൈപുണ്യവും ഉള്ള ഒരുത്തൻ്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു. അവർ നിന്റെ വചനത്തെ കേൾക്കുന്നു, ചെയ്യുന്നില്ലതാനും. യെഹെസ്കേലേ, ദൈവം വിളിക്കുകയാണ്. നിനക്കൊരു കാര്യമറിയാമോ? എന്താണ് കർത്താവേ? ഇപ്പോൾ നീ എൻ്റെ വചനങ്ങളെ പ്രസംഗിക്കുമ്പോൾ ഇവരെല്ലാവരും കേൾക്കുവാനായി വരുന്നുണ്ടല്ലോ. അതേ കർത്താവേ, എല്ലാവരും കേൾക്കുവാൻ വരുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, അവർ ടൈം പാസിന് വേണ്ടിയാണ് കേൾക്കാൻ വരുന്നത്. നീ എന്താണ് പറയുന്നതെന്ന് കേൾക്കാനാണ് വരുന്നത്. പുറമേ ആത്മീയരായിട്ട് അവരെ കാണുന്നു എങ്കിലും, പുറമേ വലിയ ഭക്തന്മാരായിട്ട് കാണപ്പെടുന്നു എങ്കിലും അവരെന്നെ വിട്ട് വളരെ അകലെയായിരിക്കുന്നു. അങ്ങനെ അവർ ജീവിക്കുന്നു. എന്താണ്? വരൂ, പോകാമെന്നാണ് അവർ പറയുന്നത്. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകാം, അവൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഇങ്ങനെ അവർ പരസ്പരം പറയുന്നുണ്ട്. എൻ്റെ ജനം വരേണ്ടതായ രീതിയിൽ നിന്റെ അടുക്കലേക്ക് വന്ന് നിന്റെ മുൻപിലിരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, എന്നാൽ അവർ അവയെ ചെയ്യുന്നതോ ഇല്ല. വായകൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, എന്നാൽ ഹൃദയമോ ദുരാഗ്രഹത്തെയാണ് പിന്തുടരുന്നത്. എത്ര നന്നായിട്ട് വചനം സംസാരിച്ചാലും ശരി, അവരത് കേൾക്കും, എന്നാൽ കേട്ട് വിശ്വസിച്ച് അവരുടെ ജീവിതത്തെ തിരിക്കുകയില്ല. ഇതാണ് ഈ ജനത്തിൻ്റെ സ്ഥിതി. ഇൻഡയറക്റ്റായിട്ട് ദൈവം എന്താണ് പറയുന്നത്? അഭിനയിക്കുകയാണ്. ഈ ജനം അഭിനയിക്കുകയാണ്. എൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ എൻ്റെ മക്കളെപ്പോലെ അവർ കാണുന്നു. നീ വചനം സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നു. അവർ വചനം കേൾക്കുന്നു, മുന്നറിയിപ്പുകൾ കേൾക്കുന്നു, എന്നാൽ കേട്ട വചനത്തെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല. അവരുടെ ജീവിതത്തെ മാറ്റിയെടുക്കുന്നില്ല, അവരുടെ ചിന്താഗതിയെ മാറ്റുന്നില്ല, അവരുടെ ദുഷ്പ്രവൃത്തികളെ മാത്രം മാറ്റുന്നില്ല. ഇതാണ് അവരുടെ അവസ്ഥ. ആത്മീയരായിട്ട് നടിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരുപക്ഷെ നിന്നെ കണ്ടുകൊണ്ടാണോ ദൈവം ഇങ്ങനെ സംസാരിക്കുന്നത്? എത്ര നന്നായി ഒരുങ്ങിയാണ് ആലയത്തിൽ വരുന്നത്. നന്നായിട്ട് വന്ന ആലയത്തിൽ ഇരിക്കുന്നു, വളരെ ശ്രദ്ധയോടെ വചനം കേൾക്കുന്നു, നല്ലൊരു ആത്മീയനെ പോലെ നീ ആയിരിക്കുന്നു. എന്നാൽ ഇവയെല്ലാം തന്നെ അഭിനയമാണ്. പുറമേ നീ ഒരു ആത്മീയനെ പോലെ നടിക്കുന്നു, എന്നാൽ നിന്റെ ഉള്ളിൽ അരുതാത്തതായ പല അശുദ്ധിയുടെ ചിന്തകളും അശുദ്ധിയുടെ പ്രവർത്തികളും
ജഡത്തിൻ്റെതായ ചിന്തകളും ജഡത്തിൻ്റെതായ പ്രവൃത്തികളും ജഡത്തിൻ്റെതായ ഇഷ്ടങ്ങളും പല പല ദുശീലങ്ങളും നിനക്ക് ഉണ്ടായിരിക്കുമ്പോൾ പുറമേ നിന്നെ കാണുമ്പോൾ വലിയൊരു ഭക്തനായിട്ട് തോന്നുന്നു. നല്ല ആത്മീയനായിട്ട്, ദൈവ പൈതലായിട്ട്, ക്രിസ്ത്യാനിയായിട്ട്, കൈകൾ കോർത്ത് പ്രാർത്ഥിക്കാനായിട്ട് പറയുമ്പോൾ വലിയൊരു ഭക്തിയോടെ പ്രാർത്ഥനാ മനുഷ്യനെപ്പോലെ നീ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ വാസ്തവത്തിൽ നിന്റെ ഹൃദയം എന്നെ വിട്ടകന്ന് വളരെ ദൂരത്തായിരിക്കുന്നു. ഒരുപക്ഷെ ഈ ദിവസം ദൈവം നിന്നോടിങ്ങനെ സംസാരിക്കുന്നുണ്ടാകാം. ഇങ്ങനെ നടിക്കുന്നത് കൊണ്ട് നിനക്ക് എന്താണ് നേടുവാനായി കഴിയുന്നത്? ഡോക്ടർ മരുന്നുകൾ എഴുതി കൊടുത്തു. എന്തുകൊണ്ടാണ്? രോഗം വന്നതുകൊണ്ടാണ്. രോഗം വന്നിട്ട് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ എന്താണ് ചെയ്തത്? മരുന്നുകൾ എഴുതി കൊടുത്തു. മരുന്ന് വാങ്ങിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞു. ഇപ്പോൾ നീ മരുന്ന് വാങ്ങിക്കൊണ്ട് പോയിരിക്കുന്നു. നിന്റെ ഭാര്യ നിന്നോട് പറഞ്ഞു, ഈ മരുന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കഴിക്കേണ്ടതാണ്. ഇത് കഴിച്ചില്ല എങ്കിൽ നിങ്ങളുടെ കിഡ്നീസ് ശരിയായിട്ട് പ്രവർത്തിക്കില്ല, അല്ലെങ്കിൽ ഹൃദയം നന്നായിട്ട് പ്രവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ആരോഗ്യം സൂക്ഷിക്കണം, അതുകൊണ്ട് ദയവ് ചെയ്ത് മരുന്ന് കഴിക്കൂ എന്ന് പറഞ്ഞ് മരുന്ന് കൊണ്ടു തന്നു. അത് കഴിക്കാനുള്ള വെള്ളവും അവിടെ കൊണ്ടുവച്ചു. നിങ്ങൾ ആ ഗുളിക കയ്യിലെടുത്ത് പൊട്ടിച്ചെടുത്ത് നിങ്ങളുടെ ഭാര്യ നോക്കി നിൽക്കെ വെറുതെ ഇങ്ങനെ കാണിച്ചു. എന്നാൽ ആ മരുന്ന് പിന്നെ തുപ്പിക്കളയുകയും ചെയ്തു. പുറമെ നോക്കുമ്പോൾ മരുന്ന് കഴിച്ചതായിട്ട് ഭാവിക്കുന്നു, എന്നാൽ ആ മരുന്ന് കൊണ്ട് ഡസ്റ്റ്ബിന്നിൽ കളഞ്ഞു. ഇപ്പോൾ ചോദിക്കട്ടെ, നഷ്ടം ആർക്കാണ്? പറയുക, നഷ്ടം ആർക്കാണ്? ആർക്കാണ് കഷ്ടത? ഇങ്ങനെ നടിക്കുന്നത് കൊണ്ട് നിനക്കല്ലേ ബുദ്ധിമുട്ട്, നിനക്കല്ലേ നഷ്ടമുണ്ടാകുന്നത്? രോഗത്തെ മാറ്റിയെടുക്കേണ്ടതിന് പകരമായിട്ട് രോഗം മാറുവാനുള്ളതായ മരുന്ന് കഴിച്ച് രോഗത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് ആരോഗ്യത്തോടെ ജീവിക്കേണ്ടതിന് പകരമായി ആ മരുന്നുകൾ കൊണ്ട് ഡസ്റ്റ്ബിന്നിൽ കളഞ്ഞിട്ട് മരുന്ന് കഴിക്കുന്നു എന്ന് നീ ഭാവിക്കുകയാണെങ്കിൽ ആർക്കാണ് നഷ്ടം? പറയുക. ആരുടെ ആരോഗ്യമാണ് പോകുന്നത്? പറയുക. നിന്റെ തന്നെയല്ലേ. ഇന്ന് നമ്മുടെ ഇടയിൽ പലരും കൃത്യമായും അതുപോലെയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നിന്റെ ഹൃദയത്തിലെ കുറവുകൾ കണ്ടിട്ട് നിന്റെ കുറവുകൾ എന്തൊക്കെയാണെന്ന് വെളിപ്പെടുത്തുകയാണ്. നീ ചെയ്യുന്ന തെറ്റുകൾ എന്താണെന്ന് വെളിപ്പെടുത്തുന്നു. ആ തെറ്റുകൾ കൊണ്ട്, നീ ചെയ്യുന്ന പാപപ്രവൃത്തികൾ കൊണ്ട് നിനക്ക് വരുന്നതായ വലിയ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നും പറയുന്നു. ഇന്ന് നിന്റെ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ കാരണം അതാണ്. ഇന്ന് നിന്റെ കുടുംബം ചിതറിപ്പോയതിൻ്റെ കാരണം അതാണ്. നിന്റെ അശുദ്ധി കൊണ്ടാണ്, അനീതി നിറഞ്ഞ ജീവിതം കൊണ്ടാണ്, നിന്റെ അവിഹിത ബന്ധം കൊണ്ടാണ്, നീ ചെയ്യുന്ന പാപപ്രവർത്തികൾ കൊണ്ടാണ്. ഇന്ന് നിനക്ക് സൗഖ്യം നഷ്ടമായിരിക്കുന്നു. യാതൊരു ആശ്വാസവുമില്ല. 1 രൂപ പോലും നിന്റെ കയ്യിൽ ബാക്കിയാകുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസികമായി തകർന്നു പോകുന്നു, ശാരീരികമായി ബലഹീനപ്പെട്ടു പോകുന്നു, ഭാര്യയും മക്കളെയും പോറ്റുവാൻ കഴിയുന്നില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു കാര്യവും നന്നായി പോകുന്നില്ല. എല്ലാ രീതിയിലും നീ തകർച്ച അനുഭവിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം കാരണം എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? നിന്റെ സ്വന്തം കൈകൊണ്ട് തന്നെ ചെയ്ത തെറ്റുകൊണ്ട് വരുത്തി വച്ചതാണിത്. അതുകൊണ്ട് ഈ ശിക്ഷയിൽ നിന്ന് നിനക്ക് പുറത്തു വരണമെങ്കിൽ എൻ്റെ വാക്ക് കേൾക്കുക. എൻ്റെ വാക്ക് കേട്ട് ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ നിന്റെ ജീവിതം നേരെയാകും. ദൈവം എത്ര പറഞ്ഞിട്ടും നീ അത് മനസ്സിലാക്കുന്നില്ല. യഹെസ്കേലിനോട് പറയുകയാണ്, മനുഷ്യപുത്ര, നീ വചനം സംസാരിക്കുമ്പോൾ ഇവരെല്ലാവരും വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട് കർത്താവേ. വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവരെല്ലാവരും വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ടോ? ഉണ്ട് കർത്താവേ, ശ്രദ്ധയോടെ കേൾക്കുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്താണ് കർത്താവേ? അവർ വചനം കേൾക്കുന്നു, എന്നാലും വചനപ്രകാരം അവർ കേൾക്കുന്നില്ല. മുന്നറിയിപ്പുകൾ കേൾക്കുന്നു, എന്നാൽ അവർ ചെയ്തു വരുന്നതായ പാപപ്രവൃത്തികളെ ഉപേക്ഷിക്കുന്നില്ല. തന്മൂലം അവർക്ക് തന്നെയല്ലേ നഷ്ടമുണ്ടാകുന്നത്. ലംഘനങ്ങളെ മറച്ചുവെക്കുന്നവന് ശുഭം വരികയില്ല, എന്നാൽ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? ഞാൻ പഠനത്തിൽ ഉയർന്നു വരുവാൻ ആഗ്രഹിക്കുന്നു, ജോലിയിൽ ഉയർന്നു വരുവാനായി ആഗ്രഹിക്കുന്നു, വ്യാപാരത്തിൽ ഉയർന്നു വരുവാനായി ആഗ്രഹിക്കുന്നുണ്ട്, സാമ്പത്തിക നന്മയുണ്ടാകാനായി ആഗ്രഹിക്കുന്നുണ്ട്, ആരോഗ്യസ്ഥിതി മെച്ചമാക്കാനായി ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ മക്കൾ ഉയരണം, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട അനേകർക്ക് അനുഗ്രഹ വിഷയമായിട്ട് മാറണം. ഇങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്താമോ? യെസ്, 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 യെസ്. എന്നാൽ എന്തു ചെയ്യണം? ഞാനും നിങ്ങളും ഉയരണം, അനുഗ്രഹിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? വേദപുസ്തകത്തിൽ പറയുന്നു, തൻ്റെ ലംഘനങ്ങളെ
മറച്ച് വയ്ക്കുകയാണെങ്കിൽ അവൻ അനുഗ്രഹിക്കപ്പെടുക ഇല്ല. പിന്നെ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? എപ്പോഴാണ് കരുണ ലഭിക്കുന്നത്? പിന്നീടുള്ള വാക്ക്, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് എന്താണ് ലഭിക്കുന്നത്? കരുണ ലഭിക്കാനിടയാകും. അവർ ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കും, ദൈവത്തിൻ്റെ ദയ നേടിയെടുക്കും, ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ പ്രാപിച്ചെടുക്കും. തൻ്റെ ലംഘനങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. പ്രാർത്ഥന. വരൂ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ, എന്നോട് തന്നെ നീ ഇപ്പോൾ സംസാരിച്ചുവല്ലോ. എൻ്റെ ജീവിതമാണല്ലോ മാറേണ്ടിയിരിക്കുന്നത്. എൻ്റെ പഴയ തകർന്ന ജീവിതത്തെ, എന്നിലെ സകല അശുദ്ധിയെയും കുറവുകളെയും പാപങ്ങളെയുമൊക്കെ ഈ സമയത്ത് തന്നെ മാറ്റിയെടുക്കണമേ. കർത്താവേ, കഠിനമായുള്ള ഹൃദയത്തെ മാറ്റിയെടുത്ത് മാംസളമായ നിന്റെ ഹൃദയം, പുതിയ ഹൃദയത്തെ എനിക്ക് നൽകണമേ. നിന്റെ മനസ്സും നിന്റെ ആത്മാവും എനിക്ക് നൽകണമേ. ഞങ്ങൾ ചെയ്തതായ സകല തെറ്റുകളെയും സകല പാപങ്ങളെയും ക്ഷമിക്കണമേ, കരുണ കാട്ടണമേ. കർത്താവേ, എന്നെ കൈക്കൊണ്ട് ഇന്നു മുതൽ നിന്റെ പൈതലായി ജീവിക്കുവാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.